അങ്ങനെയുണ്ട് നിങ്ങളുടെ ഉപദേശം. എപ്പോഴും എന്തെങ്കിലും എക്സ്ക്യൂസ് പറയുന്നത് പോലെ തോന്നുന്നുണ്ട് ഇത് കേൾക്കുമ്പോ. സത്യത്തിൽ എന്തായിട്ടാ സംഭവിക്കുന്നത്? എല്ലാവരുടെയും മുമ്പില് എന്നെ മരുമകളാക്കാനുള്ള ഉദ്ദേശമില്ലെന്ന് ശപഥം ചെയ്തു പറഞ്ഞ അമ്മയുടെ മനസ്സ് എങ്ങനെ മാറാനാ? അതെങ്ങനെ സാധ്യമാവും? അമ്മ തന്നെ ഹോസ്റ്റലിലേക്ക് ആക്കാൻ പറഞ്ഞതല്ലേ. പക്ഷെ അന്നപൂർണേശ്വരി അമ്മ താൻ ഇവിടെ തന്നെ നിൽക്കണോ എന്നാണ് വിധിച്ചത്. ഇന്ന് അമ്മ പറഞ്ഞ കാര്യങ്ങളും അമ്മയെടുത്ത തീരുമാനങ്ങളും അവരോട് പറഞ്ഞതുമൊക്കെ സത്യമാവണമെന്നില്ല അവനി. നിങ്ങൾ എന്റെ കഴുത്തില് താലി കെട്ടിയപ്പോ നമ്മുടേതായി ആരും മനുഷ്യര് പോലും ഉണ്ടായിരുന്നില്ല. 4 ദിക്കുകളിൽ നമുക്കൊപ്പം നിന്നു. നമ്മുടെ ബന്ധുക്കള് ഒരാള് പോലും ഇല്ലായിരുന്നു. പഞ്ചഭൂതങ്ങളും കൂടെ നിന്നു. അന്ന് ഞാനൊരു പുതിയ ലോകത്തിലേക്ക് കാലെടുത്ത് വെച്ച പോലെ ഒരുപാട് സന്തോഷിച്ചു. മനസ്സ് നിറയെ മധുരമുള്ള പ്രതീക്ഷകളോടെ പുതിയൊരു ബന്ധത്തിന് ഞാൻ തയ്യാറായി. പക്ഷെ വീട്ടിലേക്ക് വന്നതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല. എല്ലാം നിങ്ങളോട് തുറന്നു പറയാൻ കഴിയുന്നില്ല എനിക്ക്. നിങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കാനും നിങ്ങളുടെ കൂടെ ജീവിക്കാനും അവസരവും ഭാഗ്യവും എനിക്ക് തന്നതിന് ദൈവത്തോട് 1000 തവണ ഞാൻ മനസ്സിൽ നന്ദി പറഞ്ഞതാ. ഒരിക്കലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. തന്നെ മരുമകളായിട്ട് സ്വീകരിച്ചിരിക്കും. ആ വിശ്വാസം എനിക്കുണ്ട്. താൻ ഒന്നും പേടിക്കണ്ട. വേദ, എന്താ ഇങ്ങനെ നിൽക്കുന്നേ? എന്താ ആലോചിക്കുന്ന നീ? എല്ലാം ചേർന്ന് വന്ന് ജാതകം ഒത്തുചേർന്നാൽ ആവണി നമ്മുടെ വീട്ടിലെ മരുമകളാകുമെന്ന് നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു ഏട്ടാ. അതിന് വിപരീതമായി സംഭവിക്കുമെന്ന് വിചാരിച്ചേയില്ല. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഭാവിയിലേക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. നമ്മുടെ ചിന്ത എപ്പോഴും ഭാവിയെക്കുറിച്ച് മാത്രമായിരിക്കണം. സുജാത നാളെ യാഗത്തിന് വരുമെന്ന് തോന്നുന്നുണ്ടോ ഏട്ടാ? അതെന്താ അങ്ങനെ ഒരു സംശയം? നമ്മുടെ നിഴല് പോലും ഇഷ്ടമില്ലാത്തൊരാള് യാഗത്തിന് വരുമെന്ന് പറഞ്ഞപ്പോ എന്തോ വാസ്തവത്തിൽ എനിക്കത് വിശ്വസിക്കാനേ ആവുന്നില്ല ഏട്ടാ. അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. യാഗത്തിനെ കുറിച്ച് ഈ വീട്ടിലുള്ളവരോട് പോലും നമുക്ക് പറയാനാവുന്നില്ലല്ലോ ചേട്ടാ. അല്ലെങ്കിലും സുജാതയുടെ കാര്യത്തില് ലാവണ്യ 2 വട്ടം നമ്മളോട് ചോദ്യം ചെയ്തിരുന്നില്ലേ? ഇപ്പതാ സുജാതയെ വിളിച്ചിരുത്തി നമ്മൾ യാഗം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ചിലപ്പോ ഈ യാഗം തടസ്സമായി പോ. വീട്ടിലുള്ളവരറിയാതെ ഇതെല്ലാം നടന്നോളും വേദ. ആദ്യം നീ സ്വാമിയെ ഒന്ന് വിളിച്ചിട്ട് യാഗത്തിനുള്ള ഏർപ്പാട് ചെയ്യാൻ പറ. ശരി.
ഹലോ. നമസ്കാരം സ്വാമി അവർകളെ. ഞാൻ വേദവതിയായിരുന്നു. ആ നമസ്കാരം. നമസ്കാരം ഉണ്ട്, പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞ പോലെ നാളെ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തില് യാഗത്തിന് ഞങ്ങൾ തയ്യാറാണ് സ്വാമി. യാഗമോ? യാഗത്തിന് ആരെ ഇരുത്തേണ്ടതെന്നും ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു സ്വാമി. നിങ്ങൾ പറയുന്ന സമയത്തിന് ഞങ്ങൾ ആ മണ്ഡപത്തിലേക്ക് എത്തിക്കോളാം. രാവിലെ ഒരു 9 മണിയാകുമ്പോഴേക്കും അമ്പലത്തിലേക്ക് വന്നോളൂ. ആയിക്കോട്ടെ സ്വാമിജി. അങ്ങ് യാഗത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളൂ സ്വാമിജി. ആ എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ശരി സ്വാമിജി. ആ ശരി മോളെ, പറഞ്ഞ പോലെ. ഈ യാഗത്തിന് യാതൊരുവിധ തടസ്സങ്ങളോ അതുപോലെ തന്നെ പ്രശ്നങ്ങളോ ഇല്ലാതെ യാഗം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രശ്നമില്ലാതെ എല്ലാം നന്നായി തന്നെ നടക്കും. കുടുംബത്തിലുള്ളവരെ ഒന്നും അറിയിക്കാതെ, ചുരുങ്ങിയത് കാര്യം എന്താണെന്നെങ്കിലും പറയാതെ നടത്താൻ പോകുന്ന ഈ യാഗത്തിന്റെ പിന്നില് എന്തോ വലിയ രഹസ്യമുണ്ട്. കേൾക്കരുതെന്ന് വിചാരിച്ചവരുടെ ചെവിയിലെത്തിയാ പിന്നെ തടസ്സം ഉണ്ടാക്കാതെ പറ്റില്ലല്ലോ അമ്മേ. യാഗം എന്തിനാണെന്നും യാഗത്തിലെ മുഖ്യാതിഥി ആരാണെന്നും എന്റെ സൈന്യത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചിരിക്കും. ഇത്രയും കാലം എന്നെ ബഹുമാനിച്ച് ആദരിച്ച് എന്നെ ഒരുപാട് ചേർത്ത് നിർത്തി എന്റെ അമ്മ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എന്തിനോ എടുത്തത്? മരുമകളാക്കി എന്നെ സ്വീകരിക്കാത്തത് എന്താ? വേദ, ഇറങ്ങിയാലോ? ആ ഇറങ്ങാൻ ചേട്ടാ. ആ വാ. ലാവണ്യം ബാക്കിയുള്ളവരും പുറത്തു പോയോ? ഇപ്പൊ അവര് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണല്ലോ കഴിക്കുന്നേ. ഏതെങ്കിലും റെസ്റ്റോറന്റിലേക്ക് പോയി കാണും. ചേട്ടാ, യാഗം നടക്കുന്നിടത്തേക്ക് നമുക്ക് അവനെയും കൂടി കൊണ്ടുപോയാലോ? അവളെ എന്തിനാ കൊണ്ടുപോകുന്നേ? യാഗം കഴിയും വരെ നമുക്ക് അവളൊരു സഹായമാവുമല്ലോ ഏട്ടാ. യാഗത്തിന് സുജാതയെ കണ്ട് ആരാ എന്താന്നൊക്കെ നമ്മളോട് ചോദിച്ച ഇവിടെയുള്ളവരെ പോലെ കുത്തി കുത്തി ചോദിക്കുന്ന സ്വഭാവം അവൾക്കില്ല ഏട്ടാ. സുജാതയുടെ കാര്യം അവള് ശ്രദ്ധിക്കില്ല. എന്നാ വിളിച്ചേക്കാം. മോളെ അവനീ, എന്താ അമ്മേ? ഞങ്ങള് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഒന്ന് അമ്പലം വരെ പോവാ. മോളും ഞങ്ങളുടെ കൂടെ പോരുന്നോ? ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതായിരുന്നു അമ്മേ. 1 മണിക്കൂറിനൊന്ന് പെർമിഷൻ എടുക്കും മോളെ. ഞങ്ങളുടെ നന്മയ്ക്ക് എന്നും ആഗ്രഹിക്കുന്നവളല്ലേ നീ. ഞങ്ങൾക്കതൊരു സന്തോഷമായിരിക്കും മോളെ. സമയാവുന്നുണ്ട്, പോവാ മോളെ. നീയൊന്ന് പറയടാ, ഞങ്ങള് പുറത്ത് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് പറഞ്ഞയക്ക്. വേദ വാ. അവരിത്ര കാര്യമായിട്ട് വിളിക്കുമ്പോ താൻ പോയില്ലെങ്കിൽ ശരിയാവില്ല. ഓഫീസിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. താനിപ്പോ അവരുടെ കൂടെ ചെല്ല്. അവനിയെ മരുമകളാക്കാനുള്ള ഉദ്ദേശമില്ലെന്ന് പറഞ്ഞതിന് ശേഷം അവരെല്ലാവരും വളരെ സാധാരണമായി നിൽക്കുന്നു. ആ വാക്കുകൾ കേട്ട നേരം തൊട്ട് എന്റെ മനസ്സിന് സമാധാനം കിട്ടിയിട്ടില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്താലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും വീണ്ടും അത് തന്നെയാ മനസ്സിലേക്ക് വരുന്നത്. എന്ന് കരുതി താൻ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്താ അത് ഇനിയും പ്രശ്നമാവില്ലേ? അമ്പലത്തിലേക്കല്ലേ പോകുന്നേ? തനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ മനസ്സ് ഏത് നിമിഷം വേണമെങ്കിലും മാറിക്കൂടെ?
അമ്മയുടെ അച്ഛൻ്റെയും കൂടെ താൻ അടുത്ത് നിൽക്കുന്ന ഇങ്ങനെ കിട്ടുന്ന ഒരു അവസരങ്ങൾ ഉപയോഗിക്കുന്നല്ലേ നല്ലത്. ആവനി, ഞാൻ പറയുന്ന കേക്ക്, താൻ ചെല്ല്. ആവനിയും കൂടെ വരുന്നുണ്ടമ്മേ. നീ പറഞ്ഞ അവളെ എതിർക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. വരുമോളെ, വാ പോവാം. തന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുവെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിസ്സഹായനായില്ലേ. എന്നോട് ക്ഷമിക്ക്. വരൂ, നമുക്ക് പോവാം. അമ്മേ, എന്തോ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു. എന്തെങ്കിലും പൂജ ചെയ്യാൻ പോവാണോ അമ്മേ? പൂജയല്ല മോളെ, ഒരു യാഗം. യാഗമോ? അതെ. എന്ത് യാഗം? എന്തിനാ യാഗം ചെയ്യിപ്പിക്കുന്നത്? എല്ലാം അവിടെ എത്തുമ്പോ അറിയാല്ല മോളെ. വാ, അങ്ങോട്ട് പോവാം. വാ. നമസ്കാരം സ്വാമി. നമസ്കാരം. ബാധിക്കപ്പെട്ടവർക്ക് ആ കൊടുക്കേണ്ട വസ്ത്രം വസ്ത്രം അവിടെ വെച്ചോളൂ. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ ഏർപ്പാടുകളും പൂർത്തിയായി. നിങ്ങൾ തയ്യാറാണെങ്കിൽ യാഗം ആരംഭിക്കാം. യാഗത്തിന് ഇരിക്കാൻ പോണത് ഈ കുട്ടിയാണോ? അല്ല സ്വാമി, വേറൊരു കുട്ടിയാ. അവൾ ഇപ്പൊ എത്തും. ഒരു 5 മിനിറ്റിലെത്തിക്കോളൂ. കുഴപ്പമൊന്നുമില്ല, സമയമുണ്ട്. അമ്മേ, പറ മോളെ. എന്നെ എന്തിനാ കൊണ്ടുവന്നെന്നും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. ഈ യാഗത്തിന്റെ മുഖ്യ ഉദ്ദേശം എന്താണെന്ന് എപ്പോഴെങ്കിലും എന്നോട് പറയാമോ? നിന്റെ അടുത്ത് സത്യം മറയ്ക്കുന്നില്ല. പറയാം മോളെ. ഞങ്ങളുടെ മോന്റെ വിവാഹം നടക്കുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടി ഞങ്ങളുടെ മരുമകളായി വരുന്നില്ല മോളെ. ഞങ്ങളുടെ ബുദ്ധിമുട്ടിനൊരു പരിഹാരം വേണമെന്ന് സ്വാമിയുടെ അടുത്ത് വന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയായിരുന്നു. മഹാശാന്തിയാഗം ചെയ്യണമെന്ന് സ്വാമിജി പറഞ്ഞു. ഈ യാഗത്തിന് നമ്മളുമായി ബന്ധമുള്ള ഒരു പെൺകുട്ടിയായിരിക്കും ഇരിക്കാൻ പോകുന്നത്. യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ യാഗം പൂർത്തിയാക്കാനായാൽ ശ്രീകരന് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കും. ഈ യാഗത്തിന്റെ പ്രധാന ഉദ്ദേശം ശ്രീകരന്റെ കല്യാണം മോളെ. ചെറിയ മരുമകൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാലമായി കാത്തിരിക്കുന്നു. അന്വേഷണം ബാക്കിയായതല്ലാതെ അതിനൊരു പ്രയോജനം ഉണ്ടായില്ല. ഈ യാഗം നടന്നു കഴിഞ്ഞാൽ തടസ്സങ്ങളെല്ലാം തന്നെ ഇല്ലാതാകും. എന്റെ മകന് നല്ലൊരു ഭാര്യയെ കിട്ടണമെന്ന് നീ നന്നായി പ്രാർത്ഥിക്കണം. ശ്രീകരന് വേണ്ടി ജനിച്ചൊരു പെൺകുട്ടി നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും അമ്മേ. നിങ്ങളെ ധൃതി പിടിച്ച് ഇങ്ങനത്തെ യാഗങ്ങളൊന്നും ചെയ്യിപ്പിക്കരുത്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവിധ ഗുണങ്ങളും ഉള്ളൊരു പെൺകുട്ടി ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെയുണ്ടെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ മോളെ. എന്നാൽ അവസാന നിമിഷം ഞങ്ങൾക്ക് മനസ്സ് മാറ്റേണ്ടി വന്നു. മനസ്സ് മാറ്റാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കാരണമുണ്ടോ അമ്മേ? കാരണമില്ലാതെ ഒരു കാര്യം ചെയ്യില്ല മോളെ. ആ കാരണം എന്താണ്?
എനിക്കറിയാൻ കഴിയോ? സമയമാകുമ്പോ പറയാം മോളെ. അതല്ല അച്ഛാ. ഇപ്പൊ ഞങ്ങളോട് മറ്റൊന്നും ചോദിക്കില്ല മോളെ. ഇക്കാര്യം ലാവണ്യോ മറ്റോ അറിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും മോളെ. അതുകൊണ്ടാ ഞങ്ങൾ അവരെ കൊണ്ടുവരാതെ മോളോട് വരാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പോകാം. സുജാത ഇനിയും എത്തിയില്ലല്ലോ. അവളിനി വരാതിരിക്കോ? വാക്ക് തന്നല്ലേ, വരാതിരിക്കില്ല. ഞങ്ങൾ കാരണം വിഷമിക്കുന്നത് നീ മാത്രമല്ലേ? അതുകൊണ്ട് നീ വന്ന് യാഗത്തിനിരിക്കണം. പഴയതൊക്കെ മറന്നിട്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നീ യാഗത്തിൽ പങ്കെടുക്കണം. അപ്പുറത്തുള്ളവർ നമ്മളോട് എന്തൊക്കെ അനീതി കാണിച്ചാലും അവര് നമ്മളോട് ഒരു സഹായം ചോദിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളത് ചെയ്യണം. ശരിയല്ലേ? എന്നെ ഇപ്പൊ അവര് കാത്തിരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് ചെല്ലണം. മോനെ, പൂജയ്ക്ക് സമയമായി. കുറച്ച് വേഗം ഒന്ന് പോകാമോ? ശരി ചേച്ചി. ഓൺ ദ വേ സർ. ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തും. പ്ലെയിൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വാ ശ്രീകർ. ഓക്കെ സർ. ഞങ്ങളുടെ മോന്റെ വിവാഹം നടക്കുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടി ഞങ്ങളുടെ മരുമകളായി വരുന്നില്ല മോളെ. ഞങ്ങളുടെ ബുദ്ധിമുട്ടിനൊരു പരിഹാരം വേണമെന്ന് സ്വാമിയുടെ അടുത്ത് വന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയായിരുന്നു. മഹാശാന്തിയാഗം ചെയ്യണമെന്ന് സ്വാമിജി പറഞ്ഞു. പറയൂ അവനി. എവിടെയുള്ളത്? ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. ഞാനിപ്പോ ഓഫീസിലേക്ക് പോവാ. അല്ല, അമ്മ അച്ഛനെവിടെ? എല്ലാരും കൂടെ എന്താ അമ്പലത്തിൽ ചെയ്യുന്നേ? യാഗം. യാഗോ? എന്ത് യാഗം? നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി നടക്കാൻ പോകുന്ന യാഗം. താൻ എന്താ പറഞ്ഞേ? ആ കാര്യം കേട്ടപ്പോ തന്നെ എനിക്കെന്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി. കല്യാണ ചെറുക്കനുള്ള തടസ്സങ്ങൾ നീങ്ങണമെങ്കിൽ മഹാശാന്തി യാഗം നടത്തിക്കണമെന്ന് സ്വാമികൾ അവരോട് പറഞ്ഞു അത്ര. അതുകൊണ്ട് ആ യാഗം ചെയ്യാൻ വന്നത് അവര്. യാഗത്തിന് ഇരുത്താൻ വേണ്ടിയുള്ള ആൾക്ക് വേണ്ടി കാത്തിരിക്കും അവര്. എന്നിട്ട് അമ്മയും അച്ഛനും എന്നോട് ഈ കാര്യത്തെ പറ്റി ഒരു വാക്ക് പോലും പറയാതെ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പൊ എടുത്തേ? ഭർത്താവിന്റെ കല്യാണത്തിന് വേണ്ടി ഭാര്യയുടെ കൺമുന്നിൽ വെച്ച് യാഗം നടക്കാൻ പോവാ. ഏതെങ്കിലും ഒരു പെണ്ണിനിത് സഹിക്കാൻ കഴിയോ? ഇങ്ങനെ ഒരു കാര്യത്തിന് സഹായമായിട്ട് നിൽക്കാൻ വേണ്ടി വന്നതാ ഞാൻ. എല്ലാം എന്റെ കർമ്മോ. ഏതെങ്കിലും ഒരു ഭാര്യയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കോ? എത്ര കഠിനമാണിത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടോ. വല്ലാത്ത ഭയം തോന്നുന്നുണ്ട്. താൻ ഇപ്പൊ തന്നെ അമ്മയുടെ അടുത്ത് ചെന്ന് ഫോണൊന്ന് കൊടുത്തേ. എന്തിനാ? ഇപ്പൊ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞാലും കേൾക്കുന്ന അവസ്ഥയിലല്ല അവര്. താൻ പേടിക്കാതിരിക്കുക അവനി. ഇനി ആര് എന്ത് യാഗം ചെയ്തു കഴിഞ്ഞാലും അതൊന്നും ഫലിക്കില്ല. എന്തുകൊണ്ടെന്നാ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ ആവനിയാണ് എന്റെ ഭാര്യ എന്നതുകൊണ്ട്. താനിപ്പോ ധൈര്യമായിട്ടിരിക്കെ. നിങ്ങളുടെ ഉപദേശങ്ങൾ എനിക്ക് ധൈര്യം തരുന്നില്ല ഏട്ടാ. ദൈവസന്നിധിയിൽ നടക്കാൻ പോകുന്ന യാഗം ഇത്. ഇങ്ങനെയുള്ളതിന് ശക്തി കൂടുതലായിരിക്കും. ആ ശക്തി കാരണം സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ച ആവനി, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും വേർപെടാത്തവരാ. ഇപ്പൊ ഒരു യാഗം ചെയ്തെന്ന് കരുതി നമ്മൾ വേർപ്പെടുവോ? കാലവും ദൈവവും രണ്ടാളും നമ്മുടെ കൂടെ ഇല്ലേ? ഈ യാഗത്തെ കുറിച്ച് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു.
ഇപ്പൊ ആ യാഗം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് എങ്ങനെ നോക്കി നിൽക്കും? ആ ഭാഗത്തേക്ക് താൻ ഇനി പോണ്ട. ദൂരെ മാറി നിൽക്ക്. എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞതിന് ശേഷവും എത്ര ദൂരത്ത് നിന്നാലും മനസ്സിൽ അതിന്റെ ആലോചന ഉണ്ടാവില്ല ഏട്ടാ. മറ്റൊരു കാര്യം, പറയൂ. വരാൻ പോകുന്ന മരുമകള് കണ്ണിന് മുന്നിലുണ്ടെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ അവസാന നിമിഷത്തില് മനസ്സ് മാറ്റേണ്ടി വന്നു എന്ന് പറഞ്ഞു. അത് എന്നെ കുറിച്ചാണെന്ന് എനിക്കറിയാം. ആ വീട്ടിലെ മരുമകളായി വരേണ്ട പെൺകുട്ടിക്ക് എന്തൊക്കെയോ പ്രത്യേകമായ അർഹതകൾ ഉണ്ടാവണമെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതാ എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത്. നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോ മറ്റെന്തോ ഉള്ളതുപോലെ തോന്നുന്നു. എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടോ. വൈശാഖ മാസം, മേടരാശി, വ്യാഴാഴ്ച ദിവസം ജനിച്ചു. വെള്ളിയാഴ്ച ജനിച്ചൊരു പെൺകുട്ടി എന്റെ മരുമകളായി ഇവിടേക്ക് വരാൻ അനുഗ്രഹിക്കണം അമ്മേ. ഏട്ടൻ എന്നോട് ഒന്നു തന്നെ മറച്ചു വെക്കുന്നില്ലല്ലോ അല്ലേ? പറ ഏട്ടോ. ഒന്നുമില്ല അവനെ. എനിക്കിപ്പോ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോയിട്ട് വരാം. ഹലോ ഹലോ. ഞാൻ ആ സത്യങ്ങളെല്ലാം തന്നോട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സമയത്ത് തന്നെ താൻ എന്നെ വിട്ടെങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. തന്നെയും എന്റെ ബന്ധുക്കളെയും. ഓരോ തവണയും ചതി